ദക്ഷിണേന്ത്യയിലെ രണ്ട് അയൽ സംസ്ഥാനങ്ങൾ. ഒരു അണക്കെട്ടിന്റെ പേരിൽ വീണ്ടും യുദ്ധമുഖത്തേക്ക് വരികയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇവിടെ പണയപ്പെട്ടു പോകുന്നത് ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവനും ഉപജീവന മാർഗവുമാണ്. കർണാടക അതിർത്തിയിൽ നിന്ന് കേവലം 4 കിലോമീറ്റർ മാത്രം അകലെയായിട്ട് കാവേരി നദിക്ക് കുറുകെ നിർമ്മിക്കാൻ പോകുന്ന മേക്കദാട്ടു അണക്കെട്ട്. ഒരു വശത്ത് കുടിവെള്ളത്തിനായി ദാഹിക്കുന്ന ഇന്ത്യയുടെ IT തലസ്ഥാനമായ ബംഗളൂരു, മറുവശത്ത് തങ്ങളുടെ ജീവനാഡിയായ കാവേരി വറ്റി വരണ്ട ജീവിതം വഴിമുട്ടുമോ എന്ന് ഭയക്കുന്ന തമിഴ്നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന കർഷകർ. പക്ഷേ ഇത് വെറും ഒരു കുടിവെള്ള പ്രശ്നം മാത്രമാണോ? അതോ ആരും പറയാൻ മടിക്കുന്ന വലിയ രാഷ്ട്രീയ കളികളും പരിസ്ഥിതി ആഘാതവും ഒക്കെ ഇതിലുണ്ടോ? 1982 ബ്രിട്ടീഷ് കരാറുകൾ മുതൽ 2018 സുപ്രീം കോടതിയുടെ ചരിത്ര വിധി വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തർക്ക വിഷയങ്ങളിലൊന്നായ, വരും ദിവസങ്ങളിൽ വാർത്തകളിൽ കത്തി നിൽക്കാൻ സാധ്യതയുള്ള ഈ നദീജല പോരാട്ടത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ കീറി പരിശോധിച്ച് സമ്പൂർണ്ണ വിവരങ്ങൾ നൽകുക എന്നതാണ് ഈ വീഡിയോയുടെ മോട്ടീവ്. രാഷ്ട്രീയവാദങ്ങൾക്കൊക്കെ അപ്പുറം ഇതിൻ്റെ ചരിത്രപരവും നിയമപരവും സാങ്കേതികപരവുമായിട്ടുള്ള എല്ലാ വശങ്ങളും ആഴത്തിൽ പരിശോധിക്കുന്ന സമ്പൂർണ്ണ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. 800 കിലോമീറ്ററിലധികം നീളമുള്ളൊരു നദി, ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളുടെ തന്ത്രപ്രധാനമായ ജീവനാടി. കാവേരി വെറും ഒരു നദിയല്ല, അത് ദക്ഷിണേന്ത്യയുടെ ഭൂപടത്തിൽ വരയ്ക്കപ്പെട്ട ഏറ്റവും ശക്തമായ ഒരു ജലസാമ്രാജ്യമാണ്. ഈ നദിയുടെ നിയന്ത്രണമൊക്കെ ആരുടെ കൈകളിലാണ്? എന്തുകൊണ്ടാണ് താഴേക്ക് ഒഴുകി വരുന്ന ഓരോ തുള്ളി വെള്ളത്തിനും വേണ്ടി അതിർത്തികളിൽ പോലും നിയമ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് കാവേരിയുടെ ഭൂമിശാസ്ത്രത്തിലും കർണാടകയുടെ അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 4 കൂറ്റൻ അണക്കെട്ടുകളിലുമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1341 മീറ്റർ ഉയരത്തിൽ വെസ്റ്റേൺ ഘാട്ടിലെ കുടകിലുള്ള ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്നാണ് ഈ നദി പിറവിയെടുക്കുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി കർണാടകയിലൂടെ 320 മീറ്ററും തമിഴ്നാട്ടിലൂടെ 420 കിലോമീറ്ററും സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിലെ പുംപുകാറിലാണ് കാവേരി പതിക്കുന്നത്. കാവേരി ബേസിൻ 42% കർണാടകത്തിലും 54% തമിഴ്നാട്ടിലുമാണ്. ബാക്കി വരുന്ന ചെറിയൊരു ഭാഗം കേരളത്തിലും പുതുച്ചേരിയിലുമായിട്ട് പോകും. പക്ഷേ കുന്നിറങ്ങി വരുന്ന ഈ കാവേരി നദിയെ തടഞ്ഞു നിർത്താനും തിരിച്ചുവിടാനും കർണാടക പണിതുയർത്തിയത് 4 വലിയ അണക്കെട്ടുകളാണ്. കാവേരിയുടെ ഗതി നിർണ്ണയിക്കുന്ന വലിയ 4 ഡാമുകൾ. കുടക് ജില്ലയിലെ സോമവാർപേട്ടയിലുള്ള കാവേരിയുടെ പ്രധാന പോഷക നദികളിലൊന്നായ ഹാരംഗിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഹാരംഗി ഡാമാണ് ഇതിൽ ആദ്യത്തേത്. കാവേരിയുടെ ഉത്ഭവസ്ഥാനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, മൺസൂൺ കാലത്ത് കുടകിൽ പെയ്യുന്ന കനത്ത മഴയിലെ ആദ്യ ജലപ്രവാഹത്തെ സംഭരിക്കുന്നത് ഹാരംഗി അണക്കെട്ടാണ്. ഹാസൻ ജില്ലയിലെ ഗൊരൂരിൽ സ്ഥിതി ചെയ്യുന്ന കാവേരിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയായ ഹേമാവതിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഹേമാവതി ഡാമാണ് ഇതിൽ രണ്ടാമത്തേത്. 37.1 TMC സംഭരണശേഷിയുള്ള ഈ അണക്കെട്ട് കർണാടകയിലെ വലിയൊരു കാർഷിക മേഖലയ്ക്ക് വെള്ളം നൽകുന്നത് മാത്രമല്ല, കാവേരിയിലെ മൊത്തം ജലലഭ്യതയെ തന്നെ കൂടി നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകം കൂടിയാണ്. ഇതിൽ മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അണക്കെട്ടാണ് കൃഷ്ണരാജസാഗർ എന്ന് വിളിക്കുന്ന KSR ഡാം. 1924 മൈസൂർ രാജാവിൻ്റെ കാലത്ത് ഭാരതരത്ന സർ M വിശ്വേശ്വരയ്യ രൂപകൽപ്പന ചെയ്തൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണിത്. ഹാരംഗിയിൽ നിന്നും ഹേമാവതിയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം പ്രധാന കാവേരി നദിയുമായിട്ടൊക്കെ സംഗമിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. ബംഗളൂരു നഗരത്തിൻ്റെ പകുതിയിലധികം കുടിവെള്ള ആവശ്യങ്ങളും മൈസൂർ മാണ്ഡ്യ മേഖലയിലെ കൃഷിയും പൂർണ്ണമായും നിലനിൽക്കുന്ന ഈ ഒരൊറ്റ അണക്കെട്ടിൻ്റെ തണലിലാണ്. നാലാമത്തേത് ഒരല്പം സങ്കീർണമായ ഭൗമശാസ്ത്രമുള്ള കബനി അണക്കെട്ടാണ്. നമ്മുടെ കേരളത്തിലെ വയനാടൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബനി നദി കർണാടകയിലേക്ക് കടന്ന് മൈസൂരിലെ HD കോട്ടയിൽ എത്തുന്നിടത്താണ് ഈ ഒരു അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. KRS അണക്കെട്ടിന് താഴെ വെച്ചിട്ടാണ് ഈ കബരി നദി കാവേരിയുമായിട്ട് കൂടിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ KRS കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുവാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ജലസ്രോതസ് കബനിയാണ്. അപ്പോൾ ഈ 4 അണക്കെട്ടുകളെ പറ്റി എന്തിനാണ് ഇത്ര വിശദമായിട്ട് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണമുണ്ട്. ഈ 4 അണക്കെട്ടുകളിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞാൽ മാത്രമേ അത് തമിഴ്നാട് അതിർത്തിയായ വെളിഗുണ്ഡു വഴി ഒഴുകി തമിഴ്നാട്ടിലെ മേട്ടൂർ അണക്കെട്ടിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് തർക്കത്തിൻ്റെ ഒരു കാതൽ നിൽക്കുന്നത്. ഈ 4 അണക്കെട്ടുകളുടെയും വാതിലുകൾ അടയ്ക്കാൻ കർണാടകം തീരുമാനിച്ചാൽ തമിഴ്നാട്ടിലെ ഡെൽറ്റ മേഖലകളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും എത്തില്ല എന്നുള്ളതാണ് സംഗതി. ഇനി ഇതിനെല്ലാം താഴെ തമിഴ്നാട് അതിർത്തിക്ക് തൊട്ട് മുകളിലായിട്ട് മേക്കദാട്ടു എന്ന പേരിൽ 5ാമതൊരു അണക്കെട്ട് കൂടി വന്നാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുമെന്നറിയാമോ?
അപ്പോൾ അതാണ് ദക്ഷിണേന്ത്യയെ മുഴുവൻ വീണ്ടും ഒരു ജലയുദ്ധത്തിലേക്ക് തള്ളിയിടുന്ന ഏറ്റവും പുതിയ സംസാര വിഷയം. അപ്പോൾ എന്താണ് ഈ മേക്കദാട്ടു ബന്ദ്? തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് കേവലം 4 കിലോമീറ്റർ മാത്രം അകലെയായി കർണാടക പടുത്തുയർത്താൻ പോകുന്ന 9,000 കോടി രൂപയുടെ പദ്ധതിയാണ്. ഒരു വശത്ത് ഇന്ത്യയുടെ സിലിക്കൺ വാലിയായ ബംഗളൂരു നഗരത്തിന്റെ കുടിവെള്ള പ്രശ്നം, മറുവശത്ത് തങ്ങളുടെ ശുദ്ധജല സ്രോതസ് പൂർണ്ണമായും അടഞ്ഞു പോകുമോ എന്ന് ഭയന്ന് ജീവിക്കുന്ന തമിഴ്നാട്ടിലെ കോടിക്കണക്കിന് മനുഷ്യർ. ഇത് ശരിക്കും ബംഗളൂരുവിന്റെ ദാഹം മാറ്റാനുള്ള പദ്ധതി തന്നെയാണോ? അതോ കാവേരിയിലെ സ്വാഭാവിക ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണോ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ തർക്കവിഷയം. കന്നഡ ഭാഷയിൽ മേക്കദാട്ടു എന്ന് വെച്ചാൽ ആട് ചാടിയ സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രമേൽ വീതി കുറഞ്ഞ എന്നാൽ ആഴമേറിയ മലയിടുക്കുകളിലൂടെയാണ് കാവേരി ഇവിടെ ഒഴുകുന്നത്. അപ്പോൾ ഈ പോയിന്റിലാണ് അർക്കാവതി നദി കാവേരിയുമായിട്ടൊക്കെ സംഗമിക്കുന്നത്. ഈ ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ മുതലെടുത്തുകൊണ്ടാണ് കർണാടക സർക്കാർ മേക്കദാട്ടു ബാലൻസിംഗ് റിസർവോയർ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആകെ ചെലവ് നേരത്തെ സൂചിപ്പിച്ച പോലെ 9,000 കോടി രൂപയാണ്. 67 TMC ജലമാണ് സംഭരണശേഷി. അതേപോലെ 400 മെഗാവാട്ട് വൈദ്യുതി നിർമ്മിക്കുന്നതിനുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റാണ്. കർണാടകയുടെ വാദമനുസരിച്ച് മൺസൂൺ കാലത്ത് കടലിലേക്ക് ഒഴുകി നഷ്ടപ്പെടുന്ന അധിക ജലം സംഭരിക്കുകയും അതിൽ നിന്ന് 4.75 TMC ജലം ബംഗളൂരു നഗരത്തിലെ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നുമെങ്കിലും ഈ അണക്കെട്ടിൻ്റെ ലൊക്കേഷനാണ് ഇതിൽ ശരിക്കും വില്ലൻ എന്ന് പറയുന്നത്. കാരണം ഇതൊരു അനിയന്ത്രിത ജലസംഭരണ മേഖല അല്ലെങ്കിൽ അൺകൺട്രോൾഡ് കാച്ച്മെൻറ്റ് ഏരിയ ആണ് എന്നതാണ് ഇതിനകത്തൊരു ഫാക്ട്. കർണാടകയിലെ കൃഷ്ണരാജസാഗർ, കബനി എന്നീ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ അടച്ചാൽ പോലും ഈ അണക്കെട്ടുകൾക്കൊക്കെ താഴെയുള്ള മലനിരകളിൽ പെയ്യുന്ന മഴവെള്ളം സ്വാഭാവികമായിട്ട് തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള ആ ബെളിഗുണ്ടുവിലൊക്കെ എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഏകദേശം 800 TMC ജലമാണ് ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് പ്രതിവർഷം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബെളിഗുണ്ടുവിന് തൊട്ടു മുകളിൽ മേക്കദാട്ടു അണക്കെട്ട് വരുന്നതോടുകൂടി ഈ സ്വാഭാവിക മഴവെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഈ ഒരു പ്രക്രിയ പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടു. തമിഴ്നാട്ടിലേക്കുള്ള ഈ ഒരു ജലപ്രവാഹത്തിൻ്റെ ഒരു മാസ്റ്റർ കൺട്രോൾ പൂർണ്ണമായി കർണാടകത്തിൻ്റെ കയ്യിലാവുകയും ചെയ്യും. വരൾച്ചാ വർഷങ്ങളിൽ തമിഴ്നാട്ടിൻ്റെ നെല്ലറയായ തഞ്ചാവൂരിലെയും തിരുവാരൂരിലെയും കാവേരി ഡെൽറ്റ മേഖലയിലെ കുറുവായി കൃഷി പൂർണ്ണമായും ഉണങ്ങി നശിക്കാൻ ഇതൊരു കാരണമാകുമെന്ന് തമിഴ്നാട് ഭയക്കുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതി ഉയർത്തുന്ന മറ്റൊരു വലിയ ഭീഷണി പരിസ്ഥിതി നാശമാണ്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറായിട്ടുള്ള TV രാമചന്ദ്രയുടെ നേതൃത്വത്തിൽ നടന്ന പഠനം ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അണക്കെട്ട് നിർമ്മിക്കുന്നതിനായി 5000 ഹെക്ടറിലധികം സംരക്ഷിത വനഭൂമി വെള്ളത്തിനടിയിലാക്കേണ്ടി വരും. കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ വലിയ ഒരു ഭാഗം തന്നെ ഇല്ലാതായി പോയേക്കാം. കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ഏഷ്യൻ ആനകളുടെയും കടുവകളുടെയും പ്രധാനപ്പെട്ട സ്വാഭാവിക സഞ്ചാരപാതകൾ ഇതോടുകൂടി ഇല്ലാതാവും. അപ്പോൾ ഇത് ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. 2018 സുപ്രീം കോടതിയുടെ ചരിത്രവിധി പ്രകാരം തമിഴ്നാട്ടിലേക്ക് പ്രതിവർഷം 177.25 TMC ജലം കർണാടക നൽകണം. ഇതിനായി കാവേരി വാട്ടർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും ഉണ്ടാക്കി. ഇതിൻ്റെ അനുമതി ഇല്ലാതെ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാൻ കഴിയില്ല എന്നൊരു നിയമവശം ഇതിനകത്തുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 70 അത് സംസ്ഥാനങ്ങൾക്ക് അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള അധികാരം നൽകുന്നതാണ്. അതേപോലെ യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 56 അത് അന്തർ സംസ്ഥാന നദികളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണെന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ്. അലമാട്ടി അണക്കെട്ട് കേസ് പോലെയുള്ള മുൻ സുപ്രീം കോടതി വിധികളൊക്കെ അനുസരിച്ച് നദിയുടെ താഴ്ഭാഗത്തുള്ള സംസ്ഥാനം, അതായത് ലോവർ റിപ്പേറിയൻ സ്റ്റേറ്റ് എന്ന് പറയും, അപ്പോൾ അവരുടെ അനുമതി ഇല്ലാതെ അപ്പർ റിപ്പേറിയൻ സംസ്ഥാനങ്ങൾക്ക് പുതിയ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ അനുവാദമില്ല എന്നൊരു നിയമവശം കൂടി ഇതിനകത്തുണ്ട്. ബംഗളൂരുവിൻ്റെയൊക്കെ കുടിവെള്ളക്ഷാമത്തിന് മേക്കദാട്ടു മാത്രമാണോ പരിഹാരമെന്ന് ബാംഗ്ലൂരിൻ്റെ പല സ്ഥലങ്ങളിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ബാംഗ്ലൂരിൻ്റെ ശുദ്ധജല ലഭ്യത വളരെ രൂക്ഷമായ രീതിയിലാണെന്നും കാവേരി നദിയിലെ ജലം പരമാവധി സ്റ്റോർ ചെയ്യേണ്ടത് സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ആവശ്യമാണെന്നാണ് അവരെനിക്ക് മറുപടിയായിട്ട് നൽകിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാർഷികപരമായ ആവശ്യങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് കുടിവെള്ള പ്രശ്നമെന്ന് മനസ്സിലാക്കണം. കന്നഡ ജനതയുടെ ആവശ്യവും വൈകാരികതയും കണക്കിലെടുക്കുമ്പോൾ ഇതിനെ മാറ്റി നിർത്താനോട്ടാവില്ല താൻ. പക്ഷേ പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ബംഗളൂരു നഗരത്തിൽ കയ്യേറിയ 100 കണക്കിന് തടാകങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയും മഴവെള്ള സംഭരണം കാര്യക്ഷമമാക്കുകയും ചെയ്താൽ തന്നെ കുടിവെള്ളക്ഷാമത്തിനൊരു പരിധിവരെ പരിഹാരം ഉണ്ടാകുമെന്നാണ്. ഈ അണക്കെട്ടിൻ്റെ പേരിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ മുറുകുമ്പോൾ നിയമപരമായ അവകാശങ്ങൾ പണയം വയ്ക്കാതെയുള്ള ശാസ്ത്രീയമായ പരിഹാരമാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടത്.
കാരണം ബംഗളൂരുവിലെ ജനങ്ങളുടെ കുടിവെള്ള ആവശ്യവും തമിഴ്നാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ ജീവനും ഒരേപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഡൽഹിയിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരാണ്. ചെന്നൈയിലും ബംഗളൂരുവിലും ഒക്കെ എത്തിക്കഴിഞ്ഞാലോ അവർ പരസ്പരം യുദ്ധപ്രഖ്യാപനം നടത്തേണ്ടതായിട്ട് പോയി. പ്രകടന പത്രികകളിൽ പരിസ്ഥിതിയും ഫെഡറലിസവും പറയുന്ന ദേശീയ പാർട്ടികൾക്ക് പോലും ഒരൊറ്റ ഡാമിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ വിഷയത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശ എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. കർണാടകയിൽ കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഈ മേഘദാട്ടു പദ്ധതി നിർമ്മിക്കുമെന്ന് ഒരു വാശി പിടിച്ചിരുന്നു. 2022 DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇതിനായിട്ട് വലിയ കൂറ്റൻ പദയാത്ര സംഘടിപ്പിച്ചു. പക്ഷേ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള DMK ഈ പദ്ധതി ഏറ്റവും ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട് കോൺഗ്രസ് ഘടകത്തിന് സ്വന്തം കക്ഷിയെ പിന്തുണയ്ക്കാനും കഴിയുന്നില്ല, കർണാടക ഘടകത്തെ ഒട്ട് എതിർക്കാനും കഴിയുന്നില്ല. കർണാടകയിൽ കന്നഡ വികാരമൊക്കെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് BJP മേഘദാട്ടുവിനെ പിന്തുണയ്ക്കണമെന്നൊരു കടമ്പ അവർക്ക് അവിടെ ഉണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര BJP നേതൃത്വത്തിന് അവിടെ കർഷകരുടെ രോഷം നേരിടേണ്ടി വരും എന്ന ഒരു മറുപുറം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ബംഗളൂരുവിൽ എത്തുമ്പോൾ കോൺഗ്രസും BJPയും കന്നഡ പ്രാദേശികവാദം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹസൂരും ധർമ്മപുരിയും കടന്ന് തമിഴ്നാട്ടിൽ എത്തുമ്പോഴോ ഇതേ പാർട്ടികൾ തമിഴ് കർഷകരുടെ സംരക്ഷകരായി മാറുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ ഇതൊരു പുതിയ തർക്കവിഷയമൊന്നുമല്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഡൽഹിയിലെ ഹോട്ടൽ മുറികളിലും കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ ഹാളുകളിലും ഡസൻ കണക്കിന് ഉഭയകക്ഷി ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി ബംഗാരപ്പയും തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയും തമ്മിൽ 1990കളിൽ നടന്ന ചർച്ച വാഗ്വാദത്തിലാണ് കലാശിച്ചത്. 2018 സിദ്ധരാമയ്യ എടപ്പാടി പളനിസ്വാമി ചർച്ചയും 21-23 സ്റ്റാലിൻ സിദ്ധരാമയ്യ ചർച്ചകളും ഫലം കണ്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉഭയകക്ഷി ചർച്ചകളെല്ലാം പരാജയപ്പെടുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് പോലും കർണാടകയുടെ പദ്ധതിക്ക് പരോക്ഷ അനുമതി നൽകലായി മാറും എന്നുള്ളതുകൊണ്ടാണ്. അതിനാൽ കോടതി വിധിയും ട്രിബ്യൂണൽ ഉത്തരവും മാത്രമാണ് തങ്ങളുടെ സുരക്ഷ എന്ന് തമിഴ്നാട് ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ജല കമ്മീഷൻ്റെയും പങ്ക് വരുന്നത്. 2018 കേന്ദ്ര ജല കമ്മീഷൻ മേഘദാട്ടു പദ്ധതിയുടെ പ്രിലിമിനറി റിപ്പോർട്ടിന് അനുമതി നൽകിയത് തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധത്തിന് കാരണമായി. തുടർന്ന് രൂപീകരിച്ച കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഓരോ യോഗത്തിലും മേഘദാട്ടു അജണ്ടയായി കൊണ്ടുവരുവാൻ കർണാടകം പ്രത്യേകം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട് അതിനെയെല്ലാം ശക്തമായി വീട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് ഇവിടെ തന്ത്രപരമായിട്ട് മൗനം പാലിക്കേണ്ടതായിട്ട് വരും. കർണാടകയെ പിണക്കിയാൽ കന്നഡ മേഖലയിലെ ലോക്സഭാ സീറ്റുകൾ അപകടത്തിലാവും. തമിഴ്നാടിനെ പിന്തുണയ്ക്കാൻ നോക്കിയാലോ ദ്രാവിഡ രാഷ്ട്രീയം വൻ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ തിരിയും. അതാണ് അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 262 പ്രകാരം അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളിൽ പാർലമെന്റിനാണ് അന്തിമ തീരുമാനം. എന്നാൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സംസ്ഥാനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സുപ്രീം കോടതി വിധികളെയും ഒക്കെ വെല്ലുവിളിക്കുമ്പോൾ അവിടെ തകർന്നു പോകുന്നത് ഇന്ത്യയുടെ സമഗ്രതയാണ്. അപ്പർ റിപ്പേറിയൻ സ്റ്റേറ്റ്സ് തങ്ങളുടെ അതിർത്തിയിലെ വെള്ളം ഞങ്ങളുടേതാണ് എന്ന് വാദിക്കുകയും ലോവർ റിപ്പേറിയൻ സ്റ്റേറ്റ്സ് ഞങ്ങളുടെ ചരിത്രപരമായ അവകാശം തടയാൻ കഴിയില്ല എന്നൊരു നിലപാട് കൂടി എടുക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു നിയമപ്രശ്നം എന്നതിലുപരി പ്രാദേശിക വൈകാരിക വിസ്ഫോടനമായി കൂടി മാറുന്നു എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ഇവിടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് 2 സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള കുടിവെള്ളത്തിനായി വലയുന്ന മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് മുഴുവനായി കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ബംഗളൂരുവിന് കുടിവെള്ളം നിഷേധിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കില്ല. തമിഴ്നാട്ടിലെ കർഷകരെ പട്ടിണിക്കിടുവാനും സാധിക്കില്ല. രാഷ്ട്രീയക്കാരും കോടതികളും 3 പതിറ്റാണ്ടായി നീട്ടിക്കൊണ്ടുപോകുന്ന ഈ ജലയുദ്ധത്തിന് ഇനി വഴക്കുകളൊന്നുമല്ല ആവശ്യം. മറിച്ച് ഇരുവിഭാഗത്തിനും നീതി ഉറപ്പാക്കുന്ന ശാശ്വതമായൊരു മാസ്റ്റർ പ്ലാനാണ് വേണ്ടത്. അത് നടപ്പിലാക്കണമെങ്കിൽ ഇരുവശത്തെയും യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളിലൊന്നാണ് ബാംഗ്ലൂരു. കടുത്ത വേനലിൽ നഗരത്തിലെ ഭൂരിഭാഗം കിണറുകളും വറ്റി വരണ്ടുപോകും. കാവേരിയിൽ നിന്നുമുള്ള വെള്ളമില്ല എങ്കിൽ ഇന്ത്യയുടെ IT സാമ്രാജ്യം ഡേ 0 ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തിപ്പോകും. മറുവശത്താണെങ്കിലോ തഞ്ചാവൂരും തിരുവാരൂരും നടക്കുന്ന കാവേരി ഡെൽറ്റ പ്രദേശം തമിഴ്നാടിൻ്റെ നെല്ലറയാണ്. അവിടെയുള്ള ദശലക്ഷക്കണക്കിന് ചെറുകിട കർഷകർക്ക് കാവേരി വെള്ളം എന്നത് ഒരു ആഡംബരമൊന്നുമല്ല, മറിച്ച് ജീവൻ നിലനിർത്താനുള്ള ഏക മാർഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബംഗളൂരുവിനെ ദാഹിപ്പിച്ചുകൊണ്ടുള്ള തമിഴ്നാടിൻ്റെ സുരക്ഷയോ അല്ലെങ്കിൽ
തമിഴ്നാടിനെ വറ്റിച്ചുകൊണ്ടുള്ള ബംഗളൂരുവിൻ്റെ വികസനമോ ഒരിക്കലും പ്രായോഗികമല്ല. പരിഹാരമാർഗമായി ആദ്യമായി നിർദ്ദേശിക്കാനുള്ളത് മേഘദാട്ടു പദ്ധതി നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം കർണാടക സർക്കാരിന് തനിച്ച് നൽകുന്നതിന് പകരം കാവേരി വാട്ടർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുന്ന ഒരു സംയുക്ത പ്രോജക്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അണക്കെട്ടിൻ്റെയൊക്കെ ഷട്ടറുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും നിരീക്ഷിക്കുന്ന തത്സമയ ഓട്ടോമേറ്റഡ് സെൻസറുകൾ വഴി നിർണ്ണയിക്കണം. ബംഗളൂരുവിനായി 4.75 TMC വെള്ളം തിരിച്ചുവിടുകയും ബാക്കി ജലം തമിഴ്നാട്ടിലേക്ക് സുതാര്യമായി ഒഴുകുക എന്നുള്ളൊരു രീതി ഉറപ്പുവരുത്തുകയും ചെയ്യണം. മറ്റൊരു മാർഗമായിട്ട് എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത് മഴ കുറയുന്ന വരൾച്ചാ വർഷങ്ങളിൽ വെള്ളം എങ്ങനെ വീതിക്കണം എന്നതിന് കൃത്യമായിട്ടുള്ളൊരു ഡൈനാമിക് ഫോമുല ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൺസൂൺ കാലത്ത് വയനാട്ടിലും കുടകിലും ലഭിക്കുന്ന മഴയുടെ അളവും കാവേരി റിസർവോയറുകളിലെ ജലനിരപ്പും തത്സമയം കണക്കാക്കി ലഭ്യമായ വെള്ളം ഇരു സംസ്ഥാനങ്ങളും ഒരുപോലെ പങ്കുവെക്കുന്ന പ്രായോഗികമായ ഫോമുല സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്നത് ഇഫക്റ്റീവായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ ചിന്തിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ബംഗളൂരു നഗരം കാവേരിയെ മാത്രം ആശ്രയിക്കുന്നതൊന്ന് കുറയ്ക്കണം. നഗരത്തിൽ പ്രതിദിനം ഉണ്ടാകുന്ന 1400 ദശലക്ഷം ലിറ്റർ മലിന ജലം നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 100% ശുദ്ധീകരിച്ച് വ്യാവസായിക ആവശ്യങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും ഉപയോഗിക്കേണ്ടതാണ്. കൂടാതെ നഗരത്തിലെ കയ്യേറിയ 400-ലധികം തടാകങ്ങൾ പുനരുദ്ധരിക്കുകയും മഴവെള്ള സംഭരണം നിർബന്ധമാക്കുകയും ചെയ്താൽ കാവേരിയിൽ നിന്നുള്ള സമ്മർദ്ദം പകുതിയായി കുറയുമെന്ന് ഒരു പരിധിവരെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തതായിട്ട് തമിഴ്നാട് കാവേരി ഡെൽറ്റയിലെ ജലവിനിയോഗക്ഷമത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവലംബിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പരമ്പരാഗതമായി ധാരാളം വെള്ളം ആവശ്യമായിട്ട് വരുന്ന നെൽകൃഷിക്ക് പകരം കുറഞ്ഞ വെള്ളം മാത്രം വേണ്ട സങ്കര ഇനം വിളകളും ചെറുധാന്യങ്ങളും കൃഷി ചെയ്യുവാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും ഡ്രിപ്പ് ഇറിഗേഷൻ സ്പ്രിംഗ്ലറുകളും ഉപയോഗിക്കുന്നതിലൂടെ അഗ്രികൾച്ചർ സെക്ടറിലെ 30% ജലം ലാഭിക്കാൻ സാധിക്കും. അവസാന മാർഗമായിട്ട് പറയാനുള്ളത് തമിഴ്നാടിൻ്റെ ദീർഘകാല ജലസുരക്ഷയ്ക്കായി തീരദേശ ജില്ലകളിൽ ഇസ്രായേൽ മാതൃകയിലുള്ള വൻകിട കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നൊരു മോഡേൺ ടെക്നിക്കാണ്. നാഗപട്ടണം, കടലൂർ തുടങ്ങിയ തീരദേശ നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനായി ഡീസാലിനേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാൽ കാവേരിയിലെ വെള്ളം പൂർണ്ണമായും കൃഷിക്കായി മാത്രം മാറ്റിവെക്കാൻ സാധിക്കുമെന്നതാണ് ഈ അവസ്ഥയിൽ എൻ്റെ ഒരു നിഗമനം. സോ ഫ്രണ്ട്സ്, മനുഷ്യൻ ഭൂപടത്തിൽ അതിരുകൾ വരയ്ക്കുന്നതിനൊക്കെ ഒരുപാട് മുന്നേ, സംസാരങ്ങളും രാജ്യങ്ങളും രൂപപ്പെടുന്നതിനും മുന്നേ കാവേരി ഈ മണ്ണിലൂടെ തന്നെ ഒഴുകുന്നുണ്ടായിരുന്നു. നദികൾ ഭൂമിയുടെ രക്തധമനികളാണ്. അവയെ പ്രാദേശികവാദത്തിൻ്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വിഭജിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തോറ്റുപോകുന്നത് വരും തലമുറ തന്നെയാണ്. ബംഗളൂരുവിലെ കുടിവെള്ളവും തമിഴ്നാട്ടിലെ കർഷകരുടെ ചോറും വെവ്വേറെ കാണേണ്ട ഒന്നല്ല. സാങ്കേതികവിദ്യയും വിശ്വാസവും കൂട്ടിച്ചേർത്തുള്ള ഒരു ശാസ്ത്രീയ സമവാക്യമാണ് ഇന്ന് നമുക്ക് ആവശ്യം. കാവേരി ഒരു തർക്ക വിഷയമാക്കാതെ ദക്ഷിണേന്ത്യയെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ജീവനാഡിയായി മാറട്ടെ. ഈ ശാശ്വത പരിഹാരങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗ്യാരേജ്.